ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് രജിൽ രാജു ഫ്രം RJ മീഡിയ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടയറിലൊക്കെ കാറ്റടിക്കാൻ ഉപയോഗിക്കുന്ന എയർ ഇൻഫ്ലേറ്റർ. അഗാരോ എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു എയർ ഇൻഫ്ലേറ്ററാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സിൽ ഓഫറിൽ മേടിച്ചത് ഏകദേശം 2800 രൂപ വില വരുന്ന അഗാരോയുടെ ഈ എയർ ഇൻഫ്ലേറ്റർ പോർട്ടബിൾ ടൈപ്പാണ്. ടൈപ്പ് കേബിൾ ഉപയോഗിച്ചിട്ട് സാധാരണ പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നതല്ല ചാർജ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടയറിൽ കാറ്റടിക്കുക. അപ്പോൾ ഞാൻ ആൾറെഡി നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഈ എയർ ഇൻഫ്ലേറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് പവർ ബാങ്കിലും ആൾമോസ്റ്റ് ഫുൾ ചാർജ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ടയറിലും ആൾമോസ്റ്റ് കാറ്റുണ്ടായിരുന്നു. എന്നാൽ ഒരു ട്രയൽ എന്ന ബേസിൽ ചെയ്ത് നോക്കിയപ്പോൾ 2 ടയറിലും അടിക്കുമ്പോഴേക്കും നമ്മുടെ ബാറ്ററി കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയിരുന്നു. അതുകൊണ്ട് രണ്ടാമത് ഫുൾ ചാർജ് ചെയ്ത് നമ്മൾ ഇന്ന് ട്രയൽ അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, അഗാരോയുടെ പോർട്ടബിൾ ടൈപ്പ് ഇൻഫ്ലേറ്റർ. മോഡൽ ഗാലക്സി എന്നാണ് ഇതിന് പേര് പറയുന്നത്. അപ്പോൾ ഇതിൽ കാറ്, ബൈക്ക്, അതുപോലെ ബൈസൈക്കിൾ, ഫുട്ബോൾ ഏത് ഉപകരണത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എയർ ഫ്ലോ എന്ന് പറയുന്നത് 70 ലിറ്റർ പെർ മിനിറ്റാണ് ഇതിൽ കാണിക്കുന്നത്. സിലിണ്ടറിൻ്റെ ഇന്നർ ഡയമീറ്റർ 17 mm, പ്രഷർ 3 to 150 പാസ്കൽ PSI ആണ് ഇതിൻ്റെ യൂണിറ്റിൽ വരുന്നത്. ബാക്കിയുള്ള എങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മാനുവൽ പറയുന്നുണ്ട് അവർ. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളി പാക്കിങ്ങിലാണ് ഈ സാധനം വന്നത്. നമ്മൾ ഈ ബോക്സ് അൺബേക്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന സാധനം നമ്മളെ പോർട്ടബിൾ എയർ ഇൻഫ്ലേറ്ററാണ്. അപ്പോൾ ഇതാണ് സാധനം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ. ഓവറോൾ ഹാൻഡിൽ ചെയ്യാനോ ക്യാരി ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ളൊരു സാധനമാണിത്. ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു ചെറിയൊരു ബോക്സ് കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ ചാർജർ, നമ്മളെ എയർലൈൻ കണക്ട് ചെയ്യുന്ന പൈപ്പ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എയർ കണക്ടർ, പിന്നെ ഇതിനൊരു കവർ, പിന്നെ ഇതിൻ്റെ ഒരു വാറണ്ടി കാർഡ്. ഇത്രയും ഐറ്റംസാണ് ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ വരുന്നത്. അഗാരോയുടെ ഈ പോർട്ടബിൾ ഇൻഫ്ലേറ്റർ എന്ന് വെച്ചാൽ ഭയങ്കര ഹാൻഡിയാണ്. നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അതുപോലെ പോക്കറ്റിലൊക്കെ ഇട്ട് നടക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ എമർജൻസി ലൈറ്റ്, കോഷൻ ലൈറ്റ് എന്നീ 2 കാര്യങ്ങളുണ്ട്. അതൊക്കെ റോഡ് അരികിൽ നമ്മൾ രാത്രി കാലങ്ങളിൽ ടയറിൽ കാറ്റടിക്കുമ്പോൾ വളരെ ഉപകാരമുള്ള 2 ഫീച്ചേഴ്സാണ്. പിന്നെ വെയിറ്റ് എന്ന് പറയുമ്പോൾ നോർമലാണ്, ഒരു 200 ഗ്രാം അത്രയേ കാണത്തുള്ളൂ. പിന്നെ ഇതിൽ വരുന്ന ടൈപ്പ് ചാർജിങ് കേബിളാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1800 രൂപക്കാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഓഫർ നോക്കി നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം എങ്ങനെയാണ് സംഭവം ഓണാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൽ 4 ബട്ടൺ കൊടുത്തിട്ടുണ്ട്, 5 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രഷർ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും പിന്നെ കൂട്ടാനും പിന്നെ പവർ ഓണിൻ്റെ ബട്ടണാണ്. അപ്പോൾ പവർ ഓൺ ചെയ്യാൻ വേണ്ടി നമ്മളിത് പ്രസ് ചെയ്ത് പിടിക്കുക. 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് ഓണായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഓണായപ്പോൾ ഇതിൽ കാണിക്കുന്നത് ചാർജ് എത്രയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഇത് കാറിൽ 36 PSI, അതുപോലെ തന്നെ ബൈക്കിൽ 45, അതുപോലെ തന്നെ സൈക്കിളിൽ എത്രയാണ്, നമുക്ക് ഓരോന്നും നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ പ്രീ ലോഡഡായ സെറ്റിംഗ് ആണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, എത്ര ടയറിൽ കയറുക എന്ന് എത്ര അടിക്കാൻ പറ്റുന്ന നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ എയർ കണക്ടർ ഇതിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ത്രെഡ് ഭാഗം ഇതിൻ്റെ നോബിലേക്ക് കണക്ട് ചെയ്യുക നമ്മൾ. ഇതിൻ്റെ അസംബ്ലി കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ഈ ഒരു പോർഷൻ നമ്മൾ ടയറിൽ ഫിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ടയറിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ നോബ് നമ്മൾ ഊരാണ്. അപ്പോൾ ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ത്രെഡ് ടൈറ്റ് ആണ്, അതുകൊണ്ട് കുറച്ച് എയർ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് കാര്യമാക്കി എടുക്കേണ്ടത് നിങ്ങൾ. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സെറ്റിങ്സിൽ ആറിന് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് 36 അത് വേണം നമുക്ക് കൂട്ടും കുറക്കും ചെയ്യും. 36, 37, 38 എന്നുള്ളത് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ 38, 39 സെറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. അതിനുശേഷം വേണ്ടതെന്ന് വെച്ചാൽ ഈ പവർ ബട്ടൺ തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്യാം. എല്ലാ എയർ ഇൻഫ്ലേറ്റേഴ്സിനെ പോലെ ഇതും കുറച്ച് നോയ്സിയാണ്. അതുപോലെ തന്നെ 36.5 നിന്ന് 39 എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 1 മിനിറ്റാണ് എടുത്തത്. അതിനുശേഷം ഇത് കട്ട് ഓഫ് ആണ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ കയ്യിലുള്ളൊരു സ്റ്റെപ്പിനിയുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കാറ്റ് അഴിച്ചു വിട്ടിട്ട് ഇതുകൊണ്ട് എത്ര ചാർജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര പ്രഷർ കയറ്റാൻ പറ്റും നോക്കുവാണ്. അപ്പോൾ എത്ര സമയം എടുക്കും, ഇതിൻ്റെ പെർഫോമൻസ് എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റെപ്പിനി എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ വണ്ടി വഞ്ചി ഇതൊന്നും ഇതുവരെ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അടിപൊളി പുത്തൻ ടയറാണ്. നമ്മൾ ആദ്യം നമ്മുടെ ടയറിൻ്റെ കാറ്റ് ഊരിവിടാൻ വേണ്ടി പോകുന്നത്. പുതിയ ടയറാണ്, ഇതുവരെ ഉപയോഗിക്കാത്തൊരു ടയറാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കാറ്റ് അഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും.
ഇതിൻ്റെ കാറ്റ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് സൗണ്ട് ഉണ്ട്. അത് നോർമലി എല്ലാ എയർ ഇൻഫ്ലേറ്ററിലും വരുമ്പോൾ അതേ സൗണ്ട് തന്നെയാണ്. നമ്മളെ കാറ്റ് മെല്ലനെ പോകുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ എയർ ഇൻഫ്ലേറ്ററിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ടയർ കണക്ട് ചെയ്ത് ഇപ്പോൾ നല്ല പ്രഷറിൽ കാറ്റ് പോകുന്നുണ്ട്. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ടയറിൽ കാറ്റ് പോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടയർ നോക്കിയിട്ടില്ല, കാറ്റ് മൊത്തത്തിൽ പോയി. നേരത്തെ അങ്ങനെയാണ് നല്ല പ്രഷർ ഉണ്ടായിരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ടയറിൻ്റെ കാറ്റ് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുള്ളായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് ഇതിൻ്റെ ചാർജ് അല്ലെങ്കിൽ ഇതിൻ്റെ എയർ എത്ര വരെ പോകുന്നുണ്ട് ഇതിൽ അളക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ ഇതായിട്ട് നോബായിട്ട് കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇത് കണക്ട് ചെയ്തു, സംഭവം കംപ്ലീറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിത് ഓണാക്കുവാണ്. അപ്പോൾ സംഭവം ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ ഫുൾ ചാർജാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ 1 മിനിറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാറിൻ്റെ സെറ്റിങ്സിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഇതിൽ 45 എത്രയാണ് 36 സെറ്റ് ചെയ്യുന്നത്. 36 സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇനി ഓണാക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ 0 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി 36 എത്ര സമയം എടുക്കും, അല്ലെങ്കിൽ എത്ര ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്ന കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഏകദേശം 4:16 നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനി നോക്കാം നമുക്ക് ഇത് എത്ര സമയം എടുക്കും എന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എയർ ഇൻഫ്ലേറ്ററിലെ ഡിജിറ്റ് കാണിച്ച 00 ആണ്. ഇപ്പോൾ അത് 4.5 എത്തി. ഇത് മെല്ലെ കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത 39 എന്ന റീഡിങ് എത്തിയാൽ എയർ ഇൻഫ്ലേറ്റർ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുന്നതാണ്. സമയം 4:26 തുടങ്ങിയതാണ്. 4:16 തുടങ്ങിയതാണ്. ഇപ്പോൾ 4:28 ഇപ്പോൾ സമയം കൃത്യം 4:30. നമ്മൾ 4:16 തുടങ്ങിയതാണ്. ഇപ്പോൾ 14 മിനിറ്റ് ഈ ടാങ്ക് ചാർജ് ആവാൻ വേണ്ടിയിട്ട് എയറിൻ്റെ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തത് 36 ആയിരുന്നു. പക്ഷേ 34.5 നമ്മുടെ പവർ ബാങ്ക് ഇൻഫ്ലേറ്റർ ഓഫായിപ്പോയി. നല്ല ചൂടായിട്ടുണ്ട് സാധനം. ഇതിൻ്റെ ഇവിടെയും ഈ നോബ് നല്ല ചൂടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ കണക്ഷനും നല്ല ചൂടായിട്ടുണ്ട് സാധനം. അതുപോലെ തന്നെ നല്ല ഹീറ്റ് ഉണ്ട്. ഇതിന് ഹീറ്റ് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം നല്ല ഹീറ്റ് ഉണ്ട് സാധനം. അതുപോലെ തന്നെ 15 മിനിറ്റാണ് ഈ ടയർ കംപ്ലീറ്റ് ഫുള്ളാവാനെടുത്തത്. ഫുള്ളായിട്ടില്ല, അതായത് 2 യൂണിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. എന്നാലും ഓക്കെ, അതായത് ഒരു ഫുൾ ചാർജിൽ നിങ്ങൾക്ക് ഈ ഇൻഫ്ലേറ്റർ ഉപയോഗിച്ച് ഒരു ടയർ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ബാക്കപ്പ് ഇന്നത്തെ നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് കിട്ടിയത്. അതുപ്രകാരം സംഭവം ഓക്കെ ആയിരുന്നു. ഇതിന് മുന്നേ ഞാൻ ഉപയോഗിച്ച വേറെ ഇൻഫ്ലേറ്റർ ആയിരുന്നു. അത് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നത്, നമ്മളെ 12 വാട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നു. ഇത് നമ്മൾ പോർട്ടബിൾ ക്യാരി ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം 1 മണിക്കൂറാണ് ഈ പവർ ബാങ്ക് ഇൻഫ്ലേറ്റർ ചാർജ് ആവാൻ വേണ്ടി എടുത്തത്. അപ്പോൾ അതുപ്രകാരം ഓക്കെ, നല്ല ബാക്കപ്പ് ഒക്കെയാണ്. നമ്മൾ മെയിൻലി ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കുക എന്നതാണ്. അതുപ്രകാരം ഈ സാധനം വാല്യൂ ഫോർ മണി ആയിട്ടാണ് തോന്നുന്നത്. അല്ലാത്ത പക്ഷം, അതായത് നമ്മൾ ചാർജ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ 12 വാട്ടിൻ്റെ കേബിളുള്ള ഇൻഫ്ലേറ്റർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങളൊരു കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഓക്കെയാണ്. നമ്മൾ 2000 കൊടുത്ത് വാങ്ങിയതായിരുന്നതുകൊണ്ട് തന്നെ വാല്യൂ ഫോർ മണിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനലി ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വ്യക്തിപരമായ അഭിപ്രായം എന്താ വെച്ചാൽ വാല്യൂ ഫോർ മണിയാണ്. കോമ്പാക്റ്റ് സൈസാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, യൂസ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്, കെയർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ തന്നെ കമ്പനി മൾട്ടി പർപ്പസ് ഫീച്ചേഴ്സ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഷൻ ലൈറ്റ്, എമർജൻസി ലൈറ്റ് അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റ്. അതുപോലെ തന്നെ ഒരു പവർ ബാങ്ക് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒറ്റൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്ത് ബാറ്ററി, അത് നമ്മൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഫ്യൂച്ചറിൽ ഇതിന് ബാറ്ററി ബാക്കപ്പ് എത്രമാത്രം കിട്ടും എന്നറിയില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ താല്പര്യമുള്ളത് നിങ്ങളുടെ അഭിപ്രായ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.